ഹലോ ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് കഴിഞ്ഞ 2 എപ്പിസോഡിലെ 2 സീൻ എനിക്ക് പറഞ്ഞതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് തിരുത്താൻ പോവാണ് ഈ എപ്പിസോഡിലോട്ട് പോണതിന് മുമ്പ്. അതായത് ഹീറോയിൻ മോന്റെ സ്കൂളിൽ വന്നില്ലായിരുന്നു. അത് എന്തിനാന്ന് വിചാരിച്ചിട്ടാണ് അവൻ കുറച്ച് പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാറിന്റെ കാറിനകത്തുള്ള ഈ അക്ഷരത്തിൽ എഴുതൂലേ കാറിന്റെ പേര്, അതിനകത്തുള്ള അക്ഷരം അവൻ ഇളക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് എവിടെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിനും കൂടെ ചേർത്തിട്ട് സാറ് ഹീറോയിനെയും മോനെയും വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹീറോയിൻ മോനെയും കൊണ്ട് സ്കൂളിൽ വന്നില്ലായിരുന്നു പിറ്റേ ദിവസം സാറിനെ കാണാനായിട്ട്. എന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങാൻ പറയുന്നില്ലേ, അത് വേറൊന്നുമല്ല, ആ എസ് പൈസ കൊടുത്ത് വാങ്ങാനാണ്. അതായത് സൊനീറ്റ എന്നാണ് ആ വണ്ടിയുടെ പേര്. അവൻ ആ എസ് ഇളക്കി മാറ്റി ഒനീറ്റ എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ സാറിന് ദേഷ്യം കാണൂലേ, സാർ പൊന്നു കണക്ക് കൊണ്ടു നടക്കുന്ന വണ്ടിയുടെ അക്ഷരങ്ങളൊക്കെ ഇളക്കി മാറ്റിയാൽ. അതുകൊണ്ട് തന്നെ അതിന് സോറി പറയാനാണ് ഹീറോയിൻ മോനെയും കൊണ്ട് അവിടെ നിന്നത് സ്കൂളിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ സീൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോവാം. ഈ എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയിൻ മോനും പിന്നെ കുറച്ച് ജോലിക്കാരും കാണിക്കുകയാണ്. അതായത് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ പിടിച്ചിറക്കാനായിട്ടുള്ള ജോലിക്കാർ. അപ്പൊ ഈ ജോലിക്കാരുടെ നിന്ന് ഒരു അലമാര തറയെ പോകാൻ പോകുന്നുണ്ട്. അത് കാണുന്ന ഹീറോയിൻ ദേഷ്യപ്പെടുന്നുണ്ട്. വേറൊന്നല്ല, അത് അവൾക്ക് സ്ത്രീധനം കിട്ടിയ അലമാരയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പൊന്നു പോലെയാണ് അതിനെ നോക്കുന്നത്. അപ്പൊ ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അലമാരയൊക്കെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കാണ്, അതായത് അപ്പാർട്ട്മെന്റിൽ. എന്നിട്ട് അലമാരെ നോക്കിക്കൊണ്ട് ഹീറോയിൻ അവിടെ നിൽക്കുകയാണ്. അതേ നേരം മോൻ അങ്ങോട്ട് കയറി വരികയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല ഇതാണ് മോനെന്ന് പറഞ്ഞപ്പോൾ. അവന്റെ മുടിക്ക് എന്തോ പറ്റി. നേരത്തെ സ്ട്രെയിറ്റ് മുടിയായിരുന്നു, ഇപ്പൊ ചുരുണ്ട മുടിയായി മാറി. അത്രേ ഉള്ളൂ വ്യത്യാസം. ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിന്റെ മുടിക്ക് എന്താ പറ്റിയേ, നീ ഇതിനകത്ത് എന്താ ചെയ്തേന്നൊക്കെ. നീ ഇങ്ങനെ തെണ്ടി അലഞ്ഞ് നടക്കാതെ പോയി പഠിച്ച് രക്ഷപ്പെടാൻ നോക്കുന്ന ഹീറോയിൻ അവനോട് പറയുന്നുണ്ട്. എന്നാൽ അവൻ പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്നെ പഠിപ്പിക്കാനുള്ള പൈസ ഉണ്ടോ? ഇപ്പൊ തന്നെ ചേച്ചീനെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ വീട് വിൽക്കേണ്ടി വന്നു. ഇനി നമുക്ക് തെരുവിൽ പോയി കിടക്കാനേ പറ്റൂ ഞാനിവിടെ പഠിച്ചാൽ. അതുകൊണ്ട് തന്നെ നിങ്ങളെ പണി നോക്കിയാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. മോൻ പോയ ഉടനെ തന്നെ ഹീറോയിൻ അവിടെ എല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവൾ കാണുന്നത് ആ അപ്പാർട്ട്മെന്റ് അത്ര നല്ലതൊന്നുമല്ല. അവിടെ ഇവിടെയൊക്കെ ക്രാക്ക് ഒക്കെ വീണിട്ടുണ്ട് വാളിനകത്ത്, ഫിറ്റിക്കകത്ത്. അങ്ങനെ അതെല്ലാം നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഹീറോ വിളിക്കുകയാണ് കേട്ടോ. ഹീറോ ഒരു റൂമിലോട്ട് വിളിക്കുകയാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് അവൻ ആ ഫിറ്റിയിൽ മൊത്തം വാൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് പെയിന്റിന് പകരം സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. പൂവിന്റെ ഡിസൈൻ ഉള്ള വാൾ സ്റ്റിക്കറാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കാണുന്ന ഹീറോയിൻ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ട കളറും പിന്നെ ആ പൂവിന്റെയും കൂടെ എല്ലാം വന്നപ്പം അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അവനോട് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണ്. എന്തായാലും അവര് തറയിൽ വന്നിരുന്നിട്ട് ഈ വീട്ടിൽ ബാക്കി ചില അറ്റകുറ്റ പണികളൊക്കെ ഉണ്ട്, അതിനെല്ലാം കൂടെ ശരിയാക്കാനായിട്ട് കുറച്ച് വൈറ്റ് സിമെന്റ് കുഴയ്ക്കുകയാണ്. ആ സമയം ഹീറോയിനോട് പറയുകയാണ്, നീ നല്ല പൈസ ഉള്ള വീട്ടില് ആരെങ്കിലും കല്യാണം കഴിക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടിയെന്നും മാറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കാരണം നീ ഇവിടെ കഷ്ടപ്പെടുവല്ലേ, നിനക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, നല്ല ഡ്രസ്സ് ഇടാൻ ഇഷ്ടമാണ്, എന്നിട്ട് എന്നെ കൊണ്ട് ഇതൊന്നും തരാൻ പറ്റുന്നില്ലല്ലോ, നിനക്കാകെ കഷ്ടപ്പാട് മാത്രമല്ലേ തരാൻ പറ്റുന്നുള്ളൂ. ഇത് കേൾക്കുന്ന ഹീറോയിൻ മറുപടി പറയാണ്, അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഈ ജീവിതമാണ് ഇഷ്ടം, പിന്നെ നിങ്ങൾ ഈ വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നില്ലേ അത് തന്നെ ഒരു സന്തോഷമാണ്. ഇതിനുശേഷം പിറ്റേന്ന് ഹീറോയിൻ അവളുടെ കടയിൽ വന്നേക്കുകയാണ്. പുതിയൊരു കട വാങ്ങിച്ചില്ലായിരുന്നോ പണ്ട് രണ്ടാം കെട്ടുകാരനുമായിട്ട് വന്ന ആ കട വാങ്ങിച്ചിട്ടുണ്ട്. ആ കടയിൽ വന്ന് അതിനുള്ള ബാക്കി പണികൾ നോക്കുകയാണ് കച്ചവടം തുടങ്ങാനായിട്ട്. അതേ നേരം നമ്മുടെ പയ്യൻ, അതായത് മോൻ നടന്നു വരികയാണ്. മുടിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ, എങ്ങനെ ശരിയാക്കിയെന്ന് അറിയില്ല. അതൊക്കെ ശരിയാക്കിയിട്ട് കയ്യിലൊരു ബോളും പിടിച്ച് നടന്നു വരികയാണ്. ആ ബോൾ എടുത്ത് അവിടുത്തെ എന്തോ ഗ്ലാസ്സിൽ എറിയാണ്. ആ ഗ്ലാസ് പൊട്ടാണ്. ഇത് കാണുന്ന ഹീറോയിൻ ദേഷ്യം വരികയാണ്, എന്തോടെ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയമാണ് ഹീറോയിൻ ശ്രദ്ധിക്കുന്നത് അവന്റെ തലമുടി ശരിയാക്കി വെച്ചേക്കുന്നത്, അതായത് സ്ട്രെയിറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ചുരുണ്ടിരുന്ന സമയത്ത് അവർ വഴക്ക് പറഞ്ഞായിരുന്നു, എന്താണ് ഈ മുടിയിൽ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ സ്ട്രെയിറ്റ് ആക്കിയ സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നത്, നിനക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടിയത്, നീ ഏത് സലൂണിൽ പോയിട്ടാണ് ഈ മുടി ശരിയാക്കിയത്, നീ വീണ്ടും ആ പന്ന സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങിയല്ലേ. അവ എന്തൊക്കെയോ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ. അവന് ചെറിയ ബിസിനസ്സുകളും ഗാംബ്ലിങ്ങുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് കണക്ക് എന്തോ വിറ്റിട്ടാണ് അവൻ ആ മുടി ശരിയാക്കാനുള്ള പൈസ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹീറോയിൻ ദേഷ്യപ്പെടുകയാണ്. മോനെ വഴക്കൊക്കെ പറഞ്ഞു വിട്ടില്ലായിരുന്നു. ആ സമയമാണ് ഹീറോയിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, വേറെ ഒന്നുമല്ല, അവളുടെ തൊട്ട് സൈഡിൽ ഒരു കസേര ഉണ്ടായിരുന്നു കേട്ടോ. ആ കസേരയുടെ അടിയിൽ 4 ബോൾ വെച്ച് കെട്ടി ഒട്ടിച്ചു വെച്ചേക്കാണ്. ചിലപ്പം ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സുഖം വല്ലതും കിട്ടുമായിരിക്കും. അങ്ങനെ ഹാർഡായിട്ടുള്ള പ്രതലത്തിൽ ഇങ്ങനെ പല ഷോക്ക് അബ്സോർബറുമായിട്ടും വർക്ക് ആവുമായിരിക്കും. അങ്ങനെ ബോൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ഹീറോയിന് വിഷമം വരികയാണ്. കാരണം ഒരു ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞില്ലേ, ആ ബോൾ വേറൊന്നിനല്ല കൊണ്ടുവന്നത്, ഈ കസേരയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അവ ഇത്രയും കാര്യം ചെയ്തിട്ട് അവന് വഴക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറ്റബോധം അവൾക്കുണ്ട്. ഈ സമയം നമ്മുടെ ഹീറോ വീട്ടിലിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. ഭിത്തിയില് ക്ലോക്ക് തൂക്കുക, അതുപോലെ തന്നെ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കൂടെ ലേഡികളും ഉണ്ട്, അവരിതൊക്കെ നിന്ന് നോക്കുന്നുണ്ട്. സോറി ഗൈസ്, വീടല്ല ആ കടയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തു കൊടുക്കുന്ന വേറെ ആരുമല്ല, ഹീറോയാണ്. ലേഡികളും ഹീറോയിനും പിന്നെ മോനും നിൽക്കുന്നുണ്ട്. ഇതിനുശേഷം അടുത്ത സീനിൽ മോളെ കാണിക്കുകയാണ്, ലിസ മോളെ കാണിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കെ ഡ്രാമയിൽ പല സീൻസും മാറി മാറിയാണ് വരുന്നത്. അതായത് ഇപ്പൊ അവളുടെ കല്യാണം കഴിയുവാണെങ്കിൽ പിന്നെ കുറെ കാലം മുമ്പുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഈ സമയം കാണിക്കുമ്പോൾ ലിസ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നമ്മളെ കല്യാണം കഴിയും എന്ന് ഇനി ഭാവിയിൽ കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയിൽ ഈ കെ ഡ്രാമ കാണണം. എല്ലാം കൂടെ പലയിടത്ത് സീൻ കൊണ്ട് വെച്ചേക്കുകയാണ്. ഇവർ ആലോചിക്കുന്നത് പിടിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അത്യാവശ്യം പാടാണ്, എപ്പോഴൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ടൈം ലൈൻ ഒന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ലിസ മോളെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ സ്കോളർഷിപ്പ് എടുത്ത് പഠിക്കാൻ വന്നേല്ലേ പൈസയൊക്കെ വാങ്ങിച്ചിട്ട്. അവിടെ ഒരു കസേരയിലിരുന്ന് അവൾ
കരയാണ്. മറ്റേ ആ എടുത്ത ഫോട്ടോ ഇല്ലേ, ഹീറോ എടുത്തു കൊടുത്ത കടയിൽ നിന്ന് എടുത്ത ഫോട്ടോ, അത് അവള് കാണുന്നുണ്ട്. അത് നോക്കിയിരുന്ന് കരയാണ്. നിങ്ങൾ വിചാരിക്കും അവൾക്ക് എങ്ങനെയാണ് ആ ഫോട്ടോ കിട്ടിയെന്ന്. ചിലപ്പം അവര് ലെറ്റർ എഴുതി കാണും. അന്നത്തെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ എഴുതൂലേ, അങ്ങനെ കിട്ടിയതായിരിക്കണം. അങ്ങനെ പിറ്റന്നാവുന്ന സമയത്ത് ലിസ മോള് അവൾക്ക് കിട്ടിയില്ലേ ഒരു റൂം താമസിക്കാനായിട്ട്, ആ റൂമിലിരിക്കുകയാണ്. ഇതെന്ന് വെച്ചാല് അപ്പാർട്ട്മെന്റോ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല, ഒരു വീട്ടിൽ ഒരു റൂം വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെ ആ ഓണർ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഓണർ കുറച്ച് നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ബോയ് ഫ്രണ്ട് അലൗഡ് അല്ല, ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. നീ ഇപ്പൊ ഇനി എന്റെ മോളാണെങ്കിൽ നിന്റെ 2 കാല് ഞാൻ തല്ലി ഓടിക്കുന്നു. അത് ഇവള് മോളാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്, തല്ലി ഓടിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഓണറിന് ഒരു കുട്ടി മോനും ഉണ്ട്, ഒരു മോളും ഉണ്ട്. മോൾക്ക് ഹീറോയിന്റെ പ്രായമാണ്. അടുത്ത സീനിൽ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഒരു വാതിലിന്റെ കീഴിൽ നിന്നിട്ട് ഫോൺ വിളിക്കുന്നുണ്ട് ഹീറോയിനെ. എന്നിട്ട് പറയാണ് നിങ്ങളുടെ മോൻ ഒരു പെണ്ണിനെയും കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അതായത് ഹീറോയിൻ ആ പെൺകുട്ടീനെ കണ്ടിട്ടില്ല, അവള് മോന്റെ റൂമിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ ആ കാര്യം മനസ്സിലായി. എന്തായാലും മോൻ ആ പെൺകുട്ടിയുടെ അടുത്ത് പറയാണ് മിണ്ടാതിരി, ശബ്ദം ഉണ്ടാക്കിയാൽ അമ്മ പിടിക്കുമെന്ന്. എന്തായാലും മോൻ കതവ് തുറന്നെടുക്കുകയാണ്. ഹീറോയിൻ 2 ഗ്ലാസ് ജ്യൂസ് പിന്നെ കഴിക്കാനായിട്ട് എന്തോ കാര്യങ്ങൾ കൊണ്ട് കൊടുക്കുകയാണ് അവന്. ആ സമയം റൂമിൽ നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല, അവൻ ഒറ്റയ്ക്കാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, സീൻസ് മാറിയാണ് നടക്കുന്നത്. അടുത്ത സീനിൽ ലിസ മോളെ കാണിക്കുകയാണ്. അവള് അവളുടെ റൂമിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ വലിയൊരു അലമാര തള്ളി, അതായത് തുണിയുടെ അലമാരയാണ്, അത് തള്ളി ഡോറിന്റെ തൊട്ട് ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി ആർക്കും കയറി വരാൻ പറ്റില്ല ഡോറിൽ കൂടെ, അങ്ങനെ ആക്കി വയ്ക്കുന്നുണ്ട്. ഇതേ സമയം താഴെ പ്രശ്നം നടക്കുകയാണ്. അതായത് ഈ അപ്പാർട്ട്മെന്റിന്റെ ഈ റൂമിന്റെ അല്ലെങ്കിൽ ഈ വീടിന്റെ ഓണർ വന്നിട്ടുണ്ട്. താഴെ അങ്ങേരുടെ വീട്ടിലിട്ട് കൊട്ടുകയാണ് തുറക്കെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആരും തുറക്കുന്നുമില്ല, അനക്കവും ഇല്ല. ഇതിനുശേഷം വീണ്ടും ഹീറോയിനെയും കാണിക്കുകയാണ്. ഹീറോ ഇപ്പൊ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നാൽ ഹീറോയിൻ തടഞ്ഞിട്ട് പറയാണ് നിങ്ങൾ അത്ര നല്ല പുള്ളിയൊന്നും അല്ലല്ലേ, നിങ്ങളും നിങ്ങളുടെ 19ാമത്തെ വയസ്സിലല്ലേ എന്നെയും കൊണ്ട് ഒളിച്ചോടി പോയത്, എന്നിട്ടല്ലേ നമ്മൾ തമ്മിൽ കാര്യങ്ങളൊക്കെ നടന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാനൊന്നും അർഹതയില്ലാന്ന്. ഹീറോ ഇപ്പൊ അവനെ കൊല്ലുമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അടിച്ചു കൊല്ലുമെന്ന്, ബെൽറ്റ് വെച്ച് അടിക്കുകയാണ്. ഇതേ നേരം നമ്മുടെ പയ്യനെ കാണിക്കുകയാണ്. പയ്യൻ അവിടെ ഇരുന്ന് ഗേൾഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയമാണ് അവൻ ചിന്തിക്കുന്നത് വേറൊന്നുമല്ല, പ്ലേറ്റിൽ 2 ഫോർക്കുണ്ട്. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്, അതായത് അവന്റെ അമ്മയ്ക്ക് മനസ്സിലായി ഈ റൂമിൽ 2 പേരുണ്ട്, അവനൊരു പെൺകുട്ടീനെ റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. വീണ്ടും സീൻ മാറാണ്. അടുത്ത സീനിൽ ലിസമോളെ കാണിക്കുകയാണ്. അവൾ അവളുടെ റൂമിലിരിക്കുന്ന സമയം ആരോ വന്ന ആ അലമാരയൊക്കെ തള്ളി മാറ്റി റൂമിലോട്ട് കയറാൻ ശ്രമിക്കുകയാണ്. ഒരു ആൺകുട്ടിയാണ്, ഒരു പയ്യനാണ് കയറാൻ ശ്രമിക്കുന്നത്. ഇത് കാണുന്ന ഹീറോയിന്റെ മോള് ലിസ ഞെട്ടുന്നുണ്ട്, എന്തുവാണ് ഇവൻ കാണിക്കുന്നതെന്ന്. അതേസമയം തന്നെ മറ്റേ പെൺകുട്ടിയുടെ അങ്ങോട്ട് വരുവാണ്, അതായത് ഓണറിന്റെ മോള്. എന്നിട്ട് പറയാണ് ഇപ്രാവശ്യം ഒന്ന് രക്ഷിക്കണം, ഇവൻ എങ്ങനെയെങ്കിലും ഒളിപ്പിക്കണം, എന്റെ അച്ഛൻ അറിയുവാണെങ്കിൽ എന്നെ കൊന്നു കളയും, ദൈവം എഴുതി ഒന്ന് ഒളിപ്പിക്കണമെന്ന്. വേറൊന്നുമല്ല, അച്ഛൻ അറിയാതെ മോള് ഒരാളെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ടുണ്ട്. അത് അവന്റെ ഗേൾ ഫ്രണ്ട് ആണ്, അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് ആണ് ഇവന്. എന്തായാലും ഹീറോയിന്റെ മോള് സമ്മതിക്കുകയാണ്, ലിസ മോള്. ഇതിനുശേഷം ആ ഓണർ വന്ന് ചെക്ക് ചെയ്യാണ് ഈ റൂമിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ അവിടെ തലമാരയിലൊക്കെ പിടിച്ച് തട്ടുന്നുണ്ട്, തുണിയുടെ ഇടയിൽ നോക്കുന്നുണ്ട്. ചെറിയൊരു റൂമാണ്, അവിടെ എവിടെ എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ആ അലമാരയുടെ കീഴിൽ വരികയാണ്. 2 പേരും പേടിക്കുന്നുണ്ട്, മോളും പേടിക്കുന്നുണ്ട്, മറ്റേ മോളും പേടിക്കുന്നുണ്ട്, ലിസ മോളും പേടിക്കുന്നുണ്ട്. അപ്പൊ ഈ അച്ഛനാണെങ്കിൽ, അതായത് ഓണർ, അത് തുറക്കാൻ പോകുന്ന സമയത്ത് ലിസ ഓടി ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ് അത് തുറക്കല്ലേ, അതിനകത്ത് മൊത്തം എന്റെ ഇന്നേഴ്സ് ആണ്, അത് കാണാൻ നിങ്ങൾക്ക് ഇത്ര താല്പര്യമാണോ എന്ന്. എന്നാൽ ലിസയുടെ മുഖത്തുള്ള പേടിയും പിന്നെ മോളുടെ മുഖത്തുള്ള പേടിയും കാണുമ്പോൾ ഓണറിന് മനസ്സിലാവുകയാണ് ഇവിടെ എന്താ കള്ളത്തരം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ ആ റൂമിൽ ഇരുന്നിട്ട് ഇറങ്ങി വാടാ പുറത്തെന്ന് പറയുകയാണ്. വേറൊന്നുമല്ല, അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനുശേഷം വീണ്ടും സീൻ മാറുകയാണ്. ഹീറോയിനെയും കാണിക്കുകയാണ്, കൂടെ മോനും ഉണ്ട്. അവർ ആ റൂമിൽ കയറുന്ന സമയത്ത് ആരെയും കാണാനില്ല, ആ പയ്യൻ മാത്രമേ റൂമിലുള്ളൂ. അങ്ങനെ ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ് റൂമിൽ ഒരാളുണ്ടെന്ന്. അങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ആ അലമാരയുടെ അടുത്തോട്ട് പോവുകയാണ്, അത് തുറക്കാനായിട്ട്. ഇതേ നേരം വീണ്ടും സീൻ മാറുകയാണ്. ലിസേനെ കാണിക്കുകയാണ്. ലിസയുടെ റൂമിലുള്ള ഓണർ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനകത്ത് ആളുണ്ടെന്ന്. അങ്ങനെ ഇറങ്ങി വരാൻ പറയുന്ന സമയത്ത് അതിൽ നിന്ന് ആ പയ്യൻ ഇറങ്ങി വരികയാണ്. നോക്കുന്ന സമയത്ത് സിബ് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെയൊക്കെ വലിച്ചു പൊട്ടിച്ചിട്ടാണ് പുറത്തിറങ്ങി വരുന്നത്. എന്തായാലും അവൻ നല്ല പയ്യനാ, സിബ് പൊട്ടിച്ചതിന് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ടീംസിനെ കാണിക്കുകയാണ്. അവർ അലമാര തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു ആൺകുട്ടിയാണ് അതിനകത്തിരിക്കുന്നത്, തലയിൽ മുടിയൊക്കെ കുറഞ്ഞൊരു ആൺകുട്ടി. ഇത് കാണുന്ന സമയത്ത് അവർ ആദ്യം ഒന്ന് പേടിക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്താണ് അത് പെൺകുട്ടിയാണ്, മുടി വെട്ടി ചെറുതാക്കിയതാണ്. അപ്പോഴാണ് അവർക്ക് ചെറുതായിട്ടൊന്ന് സമാധാനമായത്. എന്തായാലും ആ പെൺകുട്ടിയും നമ്മുടെ പയ്യനെ മോനെയും പിടിച്ച് ഹാളിലിരുത്തി ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ്, ഹീറോയിനും. ആ സമയമാണ് നമ്മളൊരു കാര്യം കാണിക്കുന്നത്, ആ പെൺകുട്ടിയുടെ ബാഗ് വേറെ ഏത് പെൺകുട്ടിയല്ല, ആ ഗ്രാമത്തിലുള്ള പെൺകുട്ടിയില്ലേ, അവൻ സ്കൂളിൽ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവന് മുത്തം കൊടുത്തില്ലേ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തന്നെ. ആ പെൺകുട്ടിയുടെ ബാഗും സൈഡിൽ ഇരിപ്പുണ്ട്. എന്തായാലും ഹീറോയിനും ചോദ്യം ചെയ്യുന്ന സമയത്ത് പയ്യൻ പറയുന്നത് നിങ്ങൾ തരുന്നേക്കാട്ടി സ്നേഹം അവൾ എനിക്ക് തരുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുന്ന സമയത്തെല്ലാം അവളാണ് എന്റെ കൂടെ ഉള്ളതെന്ന്. ഈ കാര്യം പറയുന്ന സമയത്ത് ഹീറോ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. വേറൊന്നുമല്ല, അന്ന് ഹീറോയിൻ ഓടി വന്നില്ലേ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് ജോലിക്ക് പോകാൻ പറഞ്ഞിട്ട്, അന്ന് ഹീറോയിൻ നേരെ ഓടി വന്നത് ഹീറോയിന്റെ അടുത്തല്ലായിരുന്നു. ആ സമയം അവൻ അവളെ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ, ആ കാര്യം അവൻ ഓർക്കുകയാണ്. എന്തായാലും ഇവരിത് സംസാരിക്കുന്നതിന്റെ ഇടയിലും ഈ പയ്യനും പെൺകുട്ടിയായിട്ട് റൊമാൻസ് നടക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് കംഫർട്ടബിൾ ആണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അവളുടെ ചുണ്ടിൽ കഴിച്ചതിന്റെ ആപ്പിളിന്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം റെഡിയാക്കി കൊടുക്കുകയാണ്, അതായത് തട്ടി മാറ്റി കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പെൺകുട്ടി പറയാണ് ആ കുട്ടിയുടെ അച്ഛന്റെ പേര് വേറെ ആരുമല്ല അവളുടെ അച്ഛൻ. ആരാന്ന് മനസ്സിലായോ? നമ്മുടെ 2ാം കെട്ടുകാരനാണ് ആ കുട്ടിയുടെ അച്ഛൻ. ഇതുകൂടെ കേട്ട സമയത്ത്
ഹീറോയിന്റെ കിളി പോവുകയാണ്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അന്ന് ഹീറോയിൻ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി രണ്ടാം കെട്ടുകാരനെ കാണാൻ പോയില്ലായിരുന്നു. ആ സമയല്ലേ അവിടുത്തെ ഒരു ഭാര്യനെ കണ്ടത്. അന്ന് ആ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. അന്ന് ഇവരെ ബാറിൽ വെച്ച് പിടിച്ചില്ലായിരുന്നു ആ പെൺകുട്ടീനെയും പിന്നെ അവളുടെ അമ്മേനെ. ഇപ്പോഴത്തെ ഈ പെൺകുട്ടിയാണ് അന്നത്തെ ആ കൊച്ചു പെൺകുട്ടി. അന്ന് അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ നിന്റെ അച്ഛനെ പോലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ പാടില്ല. ഈ ചേച്ചീനെ കണ്ടോ, അതായത് ഹീറോയിനെ കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചേച്ചീന്റെ കൂടെയുള്ള ആ ഭർത്താവിനെ പോലുള്ള ആൾക്കാരെ വേണം കല്യാണം കഴിക്കാമെന്ന്. അതുപോലെ തന്നെ ആ പെൺകുട്ടി അനുസരിച്ചിട്ടുണ്ട്. ഹീറോയിന്റെ മോനെ തന്നെ വളച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. അന്ന് സ്കൂളിൽ പോയ സമയത്ത് അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ പെൺകുട്ടി ഇവനെ സൈറ്റ് അടിച്ചായിരുന്നു. ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇതെല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിസ് ചെയ്ത സീൻസും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ ഹീറോയിനും രണ്ടാം കെട്ടുകാരന്റെ വീട്ടിൽ വന്നേക്കുകയാണ് മോളെയും മോനെയും കൊണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് ഇതിനെ പറ്റിയിട്ട്. എന്നാൽ രണ്ടാം കെട്ടുകാരൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. എനിക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന്. ഭാര്യ ഒന്ന് വിളിക്കുന്നുണ്ട്, അതായത് രണ്ടാം ഭാര്യ ഒന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരൻ കയറി ചെല്ലുന്നില്ല. ഇതിനുശേഷം പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ കടയിലിരിക്കുകയാണ്. അതുപോലെ തന്നെ ലേഡികളുണ്ട്. പിന്നെ കൂടെ അമ്മായിയമ്മയുണ്ട്. അമ്മായിയമ്മ ഹീറോയിനെ കളിയാക്കുന്നുണ്ട്, നീ എന്റെ മോനെ അടിച്ചെടുത്ത കണക്ക് നിന്റെ മോനെ വേറൊരു പെൺകുട്ടി അടിച്ചെടുക്കും. അതുപോലെ തന്നെ അന്ന് അവൻ എന്റെ വാക്ക് കഥ ചാടിത്തുള്ളി പോയി, ഇനി തൊട്ട് നിന്റെ മോൻ നിന്റെ വാക്ക് കഥ ചാടിത്തുള്ളി പോകുമെന്ന് തമാശ രീതിയിൽ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. ബാക്കിയുള്ള ലേഡികളെല്ലാം ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം പഠിക്കാൻ പോയ ലിസമ്മോളെ കാണിക്കുകയാണ്. അവളൊരു ഫിറ്റിയുടെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെ അവളെ ഒരു പരസ്യം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, അവൾക്ക് ട്യൂട്ടർ അല്ലേ, ട്യൂഷൻ എടുക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ ട്യൂഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറെ ജോലികളുടെ പോസ്റ്ററും അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ജോലി ആവശ്യമുള്ളവർ ഇവിടെ വന്ന് നോക്കിയിട്ടായിരിക്കും ജോലി കണ്ടുപിടിച്ച് ജോലി ചെയ്യാൻ പോകുന്നത്. ആ സമയം വേറൊരു പയ്യൻ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്, സിനിമയുടെ പോസ്റ്റർ. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നേരത്തെ ഒരു കാമുകം പയ്യൻ കയറി വന്നില്ലായിരുന്നു വീട്ടിലോട്ട് അച്ഛനെ പേടിച്ചിട്ട്, ആ പയ്യനാണ്. അങ്ങനെ അവര് കുമ്പിടുകയാണ്. അവരെ തമ്മിൽ കാണുമ്പോൾ കുമ്പിടുകയാണ്. ഹീറോയിന്റെ മോള് ചോദിക്കുകയാണ്, ലിസമ്മോള് നിന്റെ പണി ഇതാണോ, എനിക്ക് എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചു തരാമോ? അതിനവൻ പറയാണ്, ഞാൻ ഒപ്പിച്ചു തരാം, എനിക്കൊരു പണി അറിയാന്ന്. അങ്ങനെ അവളെ നേരെ വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത് ഒരു തിയേറ്ററിലാണ് കേട്ടോ. അവിടുത്തെ കൗണ്ടറിൽ ഇരുത്താനാണ്, ടിക്കറ്റ് കൊടുക്കാനായിട്ട്. എന്തായാലും ലിസമ്മോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് തിയേറ്ററിന്റെ ഓണർ ഉണ്ടല്ലോ നമ്മുടെ പയ്യനെ വഴക്ക് പറയാണ്. വേറൊന്നുമല്ല, അവന്റെ അടുത്ത് സിനിമാ പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞപ്പം അവൻ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അവന്റെ കലാരൂപം അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ തിയേറ്ററിൽ കച്ചവടം കൂടാൻ അതല്ല ആവശ്യം, നല്ല രീതിയിലുള്ള പോസ്റ്ററാണ്. എന്നാൽ അവന്റെ പെയിന്റിങ് ഭംഗിയില്ലെന്നല്ല, അടിപൊളിയായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ തിയേറ്റർ ഓടാനായിട്ട് അതല്ല ആവശ്യം. അതുകൊണ്ട് തന്നെ ആ ഓണർ അവനെ വഴക്ക് പറയാണ്. ഈ സമയം മോളെടുത്ത് ഓണറിന്റെ ഭാര്യയാണെന്ന് വന്ന് സംസാരിക്കുന്നുണ്ട്. ആ മനുഷ്യനൊരു പാവമാണ്. ഇച്ചിരി കഴിയുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്നെ വിഷമം തോന്നിയിട്ട് കുറച്ച് ഫുഡുമായിട്ട് അവന്റെ അടുത്ത് ചെല്ലുവന്നു. വേറെ ഒന്നല്ല കേട്ടോ, അതൊരു പാവപ്പെട്ട മനുഷ്യനാണ്. ഇങ്ങനെ ആരെങ്കിലും വഴക്ക് പറയുന്ന സമയത്ത് പുള്ളിക്കാരന് പിന്നീട് ആകുമ്പോൾ റിഗ്രറ്റ് അടിക്കും. അതുകൊണ്ട് തന്നെ പിണക്കം മാറ്റാനായിട്ട് അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ആ കാര്യമാണ് ഈ സ്ത്രീ വന്ന് ഹീറോയിന്റെ മോളോട്, അതായത് ലിസയോട് പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിയുന്ന സമയത്ത് ടിക്കറ്റ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് ടിക്കറ്റ് വാങ്ങാണ്. കുറെ ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം ഒരാൾ വന്ന് വാങ്ങുന്നുണ്ട്. അയാളാണെങ്കിൽ നാണയമാണ് കൊടുക്കുന്നത്, നോട്ടിന് പകരം കുറെ നാണയം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോള് ചോദിക്കുകയാണ്, എന്താ ഈ കാണിക്കുന്നതെന്ന്. അതിന്റെ ഇടയിൽ തന്നെ, ആ നാണയത്തിന്റെ ഇടയിൽ തന്നെ ഒരു മോതിരമുണ്ട്. അത് കാണുന്ന സമയത്ത് അവൾക്ക് എന്തോ മനസ്സിലാവുകയാണ്. അവൾ ആ സ്ത്രീയോട് പറയാണ്, ഒന്ന് കൗണ്ടർ നോക്കണേന്ന് പറഞ്ഞിട്ട് തിയേറ്ററിന്റെ അകത്തോട്ട് പോവാണ്. അതായത് സ്ക്രീനൊക്കെ ഉള്ള ആ റൂമിലോട്ട് പോവാണ്. ഇപ്പം വന്ന അയാളില്ലേ തൊപ്പിയൊക്കെ വെച്ച അയാളും അതുവഴി അകത്തോട്ട് കയറി ചെല്ലുകയാണ്. അവൻ വേറെ ആരുമല്ല, കാമുകം പയ്യനാണ് കേട്ടോ. അപ്പൊ ഈ കാമുകം പയ്യനെ കണ്ട സമയത്ത് മോൾക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. ആ സന്തോഷവും സ്നേഹവും എല്ലാം അവരവിടെ പങ്കിടുകയാണ്. ഇതെല്ലാം കണ്ടോട്ട് രണ്ടാൾക്കാർ, അതായത് മറ്റേ ആ പയ്യനും ആർട്ടിസ്റ്റ് പയ്യനും, നമുക്ക് ആർട്ടിസ്റ്റ് പയ്യനെന്ന് പറയാം, ആർട്ടിസ്റ്റ് പയ്യനും പിന്നെ വേറൊരു ആളും, ഓണറല്ല വേറൊരാളും ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ആ സമയം അയാൾ പറയുന്നുണ്ട്, നിനക്കും ഇത് കണക്കൊരു ദിവസം വരും, നിന്റെ ഗേൾ ഫ്രണ്ട് നിന്നെ ഇങ്ങനെ സ്നേഹിക്കുമെന്നൊക്കെ. അവന് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, എന്നാലും അയാൾ അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും അവര് നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ആ സ്ക്രീനിന്റെ ബാക്കിൽ സ്ഥലമുണ്ട്, അവിടെ കയറി ചെല്ലുകയാണ്. അതായത് മോളും കാമുകനും കൂടെ അവിടെ ചെന്നിട്ട് മോതിരം കൈമാറുകയാണ്. അവരുടെ റൊമാൻസ് ഒക്കെ പങ്കിടുകയാണ്. ആ സമയം എന്താ നടക്കുന്നതെന്ന് അറിയാമോ? ഒരു നാഷണൽ ആന്തം പ്ലേ ആണ്, അതായത് കൊറിയയുടെ നാഷണൽ ആന്തം. അത് കേൾക്കുന്ന സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർ അത്രയും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് അതിന്. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ആർട്ടിസ്റ്റ് പയ്യനാണ് ആ നാഷണൽ ആന്തം ഇട്ടത്. ഇനി അവിടെ പോയിട്ടൊന്നും ഒപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് ഇതൊക്കെ കാണുമ്പോൾ എന്തോ പോലെ ആവുകയാണ്. കാരണം അവനും കാമുകിയുണ്ട്, എന്നാൽ ഇതുപോലുള്ള കാമുകിയല്ല. അതിന്റെ ഒരു വിഷമം അവനുണ്ട്. അപ്പം അതിന്റെ ഒരു വിഷമത്തിൽ അവൻ ആ നാഷണൽ ആന്തം ഇടുകയാണ്, പാവങ്ങൾ. ഇതിനുശേഷം മോളും കാമുകനും ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോവാണ്. ഇസമോൾക്ക് അവളുടെ റൂമിൽ പോയി താമസിക്കണ്ടേ, അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറ്റേ ആ ഓണറിന്റെ വീട്ടിലെ അവിടെ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടുത്തെ ഫിറ്റിയിലെല്ലാം വളരെയധികം വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ പറ്റിയും അതും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലൈംഗികത നിറഞ്ഞ വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത് കാമുകന് പേടിയാവുകയാണ്. ഇത് കണക്ക് വൃത്തികെട്ട സ്ട്രീറ്റിലാണോ നീ ജീവിക്കുന്നത്? ഇത് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ്, ആരെപ്പോ എന്ത് ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് സ്ഥലം മാറിയിട്ട് നീ എന്റെ കൂടെ വരാം. എന്നാൽ ലിസമോള് വിസമ്മതിക്കുകയാണ്. എനിക്ക് നിന്നോട് വരാൻ താല്പര്യമില്ല, നീ തിരിച്ച് അമേരിക്കയ്ക്ക് തന്നെ പൊയ്ക്കോ, നീ ആ സ്റ്റാൻഡേർഡിൽ തന്നെ നിന്നോന്ന്. അതും പറഞ്ഞ് വഴക്കിട്ടിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. മറ്റേ ആർട്ടിസ്റ്റ് പയ്യൻ അതുവഴി നടന്നു പോകുന്നുള്ളൂ കേട്ടോ. ആർട്ടിസ്റ്റ് പയ്യൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. എന്തായാലും ലിസമോള് പോകുന്ന സമയത്ത് കാമുകനോട് പറയുന്നുണ്ട്, നീ എന്നെ ഫോളോ
ചെയ്ത് വരണ്ടെന്ന്. ഇതും പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ഇതിനുശേഷം അടുത്ത ദിവസം, അതായത് ഇനി ജോലിക്ക് വരണ്ടേ തിയേറ്ററിൽ, അങ്ങനെ വന്നിരുന്ന സമയത്ത് അവരെല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. മോളും പിന്നെ തിയേറ്ററിന്റെ ഉടമസ്ഥനും ഭാര്യയും പിന്നെ മറ്റേ നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരാൾ, ഇവരുടെ റൊമാൻസ് എല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ, അയാളും ഉണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്തും ആർട്ടിസ്റ്റ് പയ്യൻ കഴിക്കാൻ വരുന്നില്ല. മറ്റേ വഴക്ക് പറഞ്ഞതിന്റെ പിണക്കം ഉണ്ട് അവന്. അതുകൊണ്ട് തന്നെ ഓണർ പറയാണ്, മോളെ നീ ഇതൊന്ന് കൊണ്ടുവന്ന് അവന്റെ റൂമിൽ കൊടുക്കാമോ, അവന്റെ റൂം താഴെ ബേസ്മെന്റിലാണ്. വേറെ ആരോടും അല്ല പറയുന്നത്, ലിസയുടെ അടുത്താണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോള് ഫുഡ് എടുത്ത് അവന്റെ റൂമിൽ ചെല്ലുകയാണ്. അവന്റെ റൂമിൽ ചെല്ലുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് വേറൊന്നും അല്ല കേട്ടോ, അവന്റെ കഴിവുകൾ നല്ല അടിപൊളിയായിട്ട് കുതിരയെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ ആ റൂം കാണാനായിട്ട്. നല്ല ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തതാണ് അവൻ. അങ്ങനെ മോള് ആ റൂമിൽ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത്, ആർട്ടിസ്റ്റ് പയ്യന്റെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റ് പയ്യനും കാമുകി അങ്ങോട്ട് കയറി വരികയാണ്. ഈ കാമുകി എന്ന് പറയുമ്പോൾ മറ്റേ ഹൗസ് ഓണറിന്റെ മോളാണ്. എന്തായാലും അവര് രണ്ടുപേരും കൂടെ വഴക്ക് കൂടിയിട്ടാണ് കയറി വരുന്നത്. ആർട്ടിസ്റ്റ് പയ്യൻ പറയുന്നത്, എനിക്ക് നിന്നെ വേണ്ട, ഞാൻ നീ റിലേഷനിലുള്ളപ്പോൾ തന്നെ നീ 3-4 ബ്ലൈൻഡ് ഡേറ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ലോയൽ അല്ലാത്തൊരു പാർട്ണറിനെ എനിക്ക് ആവശ്യമില്ല, നീ നിന്റെ കാര്യം നോക്കി പൊയ്ക്കോന്ന്. വേറൊന്നും അല്ല കേട്ടോ, ഈ കാമുകി അവനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ആർട്ടൊന്നും കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, നീ ഇത്രയെന്ന് പറഞ്ഞിട്ടാ ഈ ആർട്ടും കൊണ്ട് നടക്കുന്നത്, നിന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, നീ എന്നെ എങ്ങും കൊണ്ടുപോയിട്ടില്ല, നല്ല റെസ്റ്റോറന്റിൽ കൊണ്ടുപോയിട്ടില്ല, നല്ല തുണി വാങ്ങിച്ചു തന്നിട്ടില്ല, നല്ല മോതിരം വാങ്ങിച്ചു തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ബോധർ ചെയ്തപ്പോഴാണ് അവൻ ഈ കാര്യം പറഞ്ഞത്. അവിടെ ചെയ്യുന്നത് തെറ്റാണ്, ഒരാളെ വെച്ചിട്ട് വേറെ കുറെ ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മോൾ അവിടെ നിപ്പുണ്ടല്ലോ, ലിസ മോള്, ആ സമയം അവിടുത്തെ ഫോണിൽ റിങ് കേൾക്കുന്നുണ്ട്. ആദ്യത്തെ തവണ ഇവരത് മൈൻഡ് ചെയ്തില്ലേലും രണ്ടാമത്തെ തവണ റിങ് അടിക്കുകയാണ്. ഹീറോയിൻ എന്റെ മോള്, അതായത് ലിസ, ആ ഫോൺ എടുത്ത് മാറ്റാൻ നിൽക്കുകയാണ്. അതായത് അത് ലാൻഡ് ലൈനിൽ നിന്ന് എടുത്ത് മാറ്റുവാണെങ്കിൽ പിന്നെ കോള് വരത്തില്ല. ആദ്യത്തെ തവണ അങ്ങനെ ചെയ്തെങ്കിലും രണ്ടാമത്തെ തവണ കോള് വന്ന സമയത്ത് കാമുകി വന്ന് നോക്കുകയാണ്. കാമുകി വന്ന് നോക്കുന്ന സമയത്ത് ലിസ അവിടെ നിൽക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് അവള് തെറ്റിദ്ധരിക്കുകയാണ്. കാമുകി വിചാരിക്കുന്നത് ഇവന് വേറെ സെറ്റപ്പ് അല്ലെങ്കിൽ എവളുമായിട്ട് റിലേഷൻ ഉള്ളതുകൊണ്ടാണ് അവളെ വേണ്ടാന്ന് പറഞ്ഞത്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അതായത് സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കാണും. അതൊന്ന് സബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ചിലപ്പം ഈ ചാനൽ പോവുകയാണെങ്കിൽ ഞാൻ അതിനകത്തായിരിക്കും വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പം ഓക്കെ.